നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാവാനുള്ളൊരു പുറപ്പാടിലാണ്. അയൽ രാജ്യങ്ങളെയെല്ലാം തന്നെ ചൊൽപ്പിടിക്ക് നിർത്തുക, വിഭവസമൃദ്ധമായ രാഷ്ട്രങ്ങളെ ആയുധമുപയോഗിച്ച് കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവിടുത്തെ വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കുക. മാത്രമല്ല, സാമ്പത്തികമായി വളർന്നു വരുന്ന ചൈനയും ഇന്ത്യയും തളർത്തുക. പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്ത് അദ്ദേഹം ലോകാധിപത്യ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കൃത്യമായൊരു ഫാസിസ്റ്റ് അജണ്ടയോടുകൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. വെനിൻസുലയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും വെനിൻസുലയെ ആക്രമിച്ച് വെനിൻസുലയിലെ പ്രസിഡന്റിനും ഭാര്യയും ബന്ദികളാക്കി അമേരിക്കയിൽ കൊണ്ടുവന്ന് അമേരിക്കൻ തുറങ്കലിലടയ്ക്കുക. എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഇതൊക്കെ? ഒരു നാട്ടിലെ പ്രസിഡന്റിനും ഭാര്യയും വെറുതെ നിൽക്കുമ്പോൾ അവരുടെ നാട്ടിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ വന്ന് അവിടെ എൻക്രോച്ച്മെൻറ്റ് നടത്തി അവിടുത്തെ ഭരണത്തലവനെയും ഭാര്യയെയും അമേരിക്കൻ ജയിലിൽ കൊണ്ട് അടയ്ക്കുന്നത് എവിടെ കേട്ടുകേൾവിയുള്ള ഒരു കാര്യങ്ങളാണ് അതൊക്കെ. ഇതെന്തൊരു കാട്ടുനീതിയാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു കാട്ടുനീതി അല്ലെങ്കിൽ തോന്നിവാസം, കയ്യുകൊള്ളാൻ കാര്യക്കാരൻ എന്നൊരു രീതി നടന്നപ്പോൾ മറ്റു രാഷ്ട്രങ്ങളൊന്നും തന്നെ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞു, അത് പോട്ടെ. എന്താ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ ഗാലറിയിൽ നിന്ന് കളി കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു തല്ലൊഴിവാക്കാം അല്ലെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാം എന്നൊക്കെ വിചാരിച്ചാണോ? പക്ഷേ അത് ഒഴിവാവില്ല എന്ന് മുൻകാല ചരിത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം നമ്മുടെ പ്രശ്നമല്ല എന്ന് കരുതി ജീവിക്കലാണോ ഒരു ആധുനിക സമൂഹത്തിൽ വേണ്ടത്? മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ കാണുമ്പോൾ ശരിയായ രീതിയിൽ പ്രതികരിക്കേണ്ടത് തന്നെയല്ലേ? മാത്രമല്ല, അത് വെനിൻസുലയുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻലാൻഡിലെ വിഭവസമൃദ്ധമായ ആ ഗ്രീൻലാൻഡ് സ്വന്തം വരുതിക്ക് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ അത് ആക്രമിച്ച് കീഴടക്കാൻ പോവുകയാണ് പിന്നത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിനുവേണ്ടി അതും കൂടി കണ്ടപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പ്രതികരിച്ചു. പക്ഷെ അത് വളരെ ദുർബലമായ പ്രതികരണമായിരുന്നു എന്നുള്ളത്. പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാവാം വലിയ ദുർബലമായൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യക്ക് തീരുവ അത്രയ്ക്കധികം ഇന്ത്യയുടെ മേൽ തീരുവ കൂട്ടി. അത് അവരുടെ സുപ്രീം കോടതിയൊക്കെ തന്നെ അതൊക്കെ റദ്ദ് ചെയ്തു. പക്ഷേ അങ്ങനെ കൂട്ടി ഇന്ത്യയെ വെട്ടിലാക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് അത് സ്നേഹം കാണിക്കുന്നത് അതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ഭരണകൂടത്തിന് മനസ്സിലാവായി ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് വഴിപ്പേടാണ് ഉണ്ടായിട്ടുള്ളത്. റഷ്യയിൽ കലാകാലങ്ങളായിട്ടുള്ള നമ്മളോട് ചങ്ങാത്തത്തിലുണ്ടായിരുന്ന റഷ്യൻ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വരെ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി നിർത്തേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പേടിച്ചിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഒരു നാഴികയ്ക്ക് 40 വട്ടം അദ്ദേഹം പറയുന്നത് ഞാൻ കാരണമാണെന്നുള്ളത് ട്രംപ് പറയുന്നുണ്ട്. അതിനോട് ഖണ്ഡിക്കുന്നുണ്ട് എന്ന കാര്യം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ വഴിപ്പെടുകയെ തന്നെയാണ് ട്രംപിൽ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം വേണ്ട, നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നു, നമുക്ക് വേണ്ടത് നമ്മുടെ ഡെവലപ്മെൻറ്റും നമുക്ക് വേണ്ടത് പീസുമാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കാം. പക്ഷേ നമ്മൾ ജാഗ്രതയോട് ഇരുന്നാൽ പറ്റുള്ളൂ. നാളെ നമ്മുടെ പ്രധാനമന്ത്രിനെയും ഇവിടെ തട്ടിക്കൊണ്ടുപോയി അവരെ ജയിലിൽ അടക്കില്ല എന്നൊന്നും ആര് കണ്ടു? എന്ത് വേണമെങ്കിൽ സംഭവിക്കാമല്ലോ. ഇത് ദാതാമാരിങ്ങനെ ഇറങ്ങി ഈ അധോലോക നായകന്മാരെ തെരുവിലൂടെ നടന്ന് കാണിക്കുന്ന ഒരു വൃത്തികേടുകളിലേ കാണിച്ചോളൂ. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത സംഗതിയാണല്ലേ. ഇപ്പോൾ യു എൻ്റെ അനുമതി പോലും നേടാതെയാണ്
ചെന്നടിച്ചത്. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്, എന്തും ചെയ്യാമെന്നോ. ഇപ്പോൾ ഇതാ പുതിയ ഇര ഒയാത്തുള്ള ഖൊമേനിയാണ്. ഒയാത്തുള്ള ഖൊമേനി എന്ന് പറയുന്നത് ഒരു ശത്രുരാഷ്ട്രം പോലും സ്വജനതയോട് ശത്രുരാഷ്ട്രം പോലും ചെയ്യാത്ത തരത്തിലുള്ള അട്രോസിറ്റിയാണ് അദ്ദേഹം സ്വജനതയോട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അയാളുടെ എല്ലാ നയങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെ വിയോജിക്കുമ്പോഴും അദ്ദേഹത്തിനെ ഇറാനിൽ കയറി ഇല്ലാതാക്കിയ ആ അമേരിക്കയുടെ ആ രീതിയോട് നമുക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതിനെ വളരെ ശക്തമായി പ്രതിഷേധിച്ച് തീരൂ. കാരണം ഇവർക്ക് എപ്പോഴാണ് ഒരു ഇറിറ്റേഷൻ വരിക മറ്റൊരു രാഷ്ട്രത്തിലെ തലവനോട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യക്കാരോട് എന്നുള്ളത് അറിയില്ലല്ലോ. ട്രംപിന് അങ്ങനത്തെ ഒരു യാതൊരുവിധ സംസ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ആ ട്രംപ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർക്കൊക്കെ അവർക്ക് വളരെ ക്ലീൻ ഇമേജ് വേണം. അവരുടെ ഫാമിലി കാര്യത്തിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം. അവർക്ക് ഒരു ഭാര്യയെ പാടുള്ളൂ, ഡിവോഴ്സ് പാടില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ട്രംപിനാണ് 3 ഭാര്യയും അതിലൊക്കെ കുട്ടികളുണ്ട്. അവരുടെ കുടുംബത്തിലേക്ക് മാത്രം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ അവർക്ക് പാടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ആ ലോകത്തുള്ള എല്ലാ വെൽത്തും തൻ്റെ കുടുംബത്തിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന യുദ്ധങ്ങളുമാണ്. വീക്കായിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ഉണ്ടാക്കിയാലാണ് ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടുള്ളൂ. ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു പങ്ക് പൊതുഖജനാവിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം യുദ്ധം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലിടയ്ക്ക് നൊബേൽ പ്രൈസ് ഫോർ പീസ് വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ നൊബേൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ആ പീസ് ഇങ്ങനെ സൂര്യ നമ്പൂതിരിപ്പാടിനെ പോലത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കണം, അയാൾ വലിയ ആളാണെന്ന് പറയും. ആ സ്ത്രീയെ കൊണ്ട് ഇയാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നാടകമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഇത്രയും ദ്രോഹം ചെയ്ത ഒയാത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു. അദ്ദേഹം അർഹിക്കുന്നൊരു ശിക്ഷ തന്നെയാണ്. പക്ഷെ അവർക്കതിൽ അധികാരം ഇല്ല. അതുകൊണ്ട് നമുക്കത്ര വേദന ഇല്ല. ഇയാൾ പറഞ്ഞത് ഇത്തരം ടെററിസ്റ്റായിട്ടുള്ള നേതാക്കന്മാരെ മാത്രമേ അയാൾ ലക്ഷ്യമിടുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്തിന് ഈ പ്രൈമറി സ്കൂൾ പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളിൽ കൊണ്ടുപോയി ബോംബിട്ടു. 100-ലധികം പെൺകുട്ടികളാണ് മരണപ്പെട്ടത്. അവരെത്ര സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത്. ഈ ഖൊമേനി തന്നെ അവറ്റങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആകാശത്തേക്ക് ഉയരാൻ അല്ലെങ്കിൽ പറന്നുയരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഈ പാവം പെൺകുട്ടികളുടെ സ്കൂളിൻ്റെ മുകളിൽ കൊണ്ടുപോയി ബോംബ് വർഷിച്ച് ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും ജീവനും ഇല്ലാതാക്കേണ്ട ആവശ്യം ഈ ട്രംപിന് ഉണ്ടായിരുന്നോ? അപ്പോൾ ഇയാൾക്ക് കണ്ണിച്ചോരയില്ലാത്ത ഇയാളുടെ ഈ പ്രവൃത്തിയാണ്. ജനോസൈഡിന് ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം. ഈ സദാം ഹുസൈന് ജനോസൈഡ് ഉണ്ടാക്കി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസും കൂട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവരാരാ എല്ലാവരും കാര്യങ്ങളിലും കയറിയാണ്. ട്രംപിനെതിരെ ജനോസൈഡിന് കേസ് നടത്തണം. എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇപ്പോഴെങ്കിലും ഒരുമിച്ചിരില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ വെറുതെ ഗാലറിയിലിരുന്ന് ഇനി കളി വീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ വലിയ വില നമ്മളെല്ലാവരും തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ട്രംപ് അമേരിക്കൻ സാമ്രാജ്യത്വം തൊലയട്ടെ, അമേരിക്കൻ സാമ്രാജ്യത്വം തൊലയട്ടെ, അമേരിക്കൻ സാമ്രാജ്യത്വം തൊലയട്ടെ.